വിദ്യാർത്ഥികളുടെ കൺസെഷൻ പ്രായപരിധി 24 നിന്ന് 27 വയസ്സായി ഉയർത്തിയതോടൊപ്പം കൺസെഷൻ ലഭിക്കുന്ന യാത്രാപരിധി 40 കിലോമീറ്ററായും വർദ്ധിപ്പിച്ചു. വിദ്യാർത്ഥികളും ബസ് ജീവനക്കാരും തമ്മിൽ കൺസെഷനെ ചൊല്ലി പതിവായി ഉയരുന്ന തർക്കങ്ങൾ പരിഗണിച്ചാണ് പുതിയ തീരുമാനമെന്ന് അധികൃതർ വ്യക്തമാക്കി. രാവിലെ 6 മുതൽ വൈകിട്ട് 7 വരെ വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ നിരക്കിൽ യാത്ര ചെയ്യാം. സർക്കാർ അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മുഴുവൻ സമയ വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ ആനുകൂല്യം ലഭിക്കൂ. ക്രാഷ് കോഴ്സുകളും പാർട്ട് ടൈം കോഴ്സുകളും പഠിക്കുന്നവർക്ക് കൺസെഷൻ അർഹതയുണ്ടാകില്ല. കൺസെഷൻ കാർഡ് വിതരണത്തിൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കുന്നതിനായി ഇനി മുതൽ അപേക്ഷാ നടപടികൾ പൂർണ്ണമായും ഓൺലൈനിലേക്കാണ് മാറ്റുന്നത്. മൊബൈൽ ആപ്പ് വഴിയാണ് വിദ്യാർത്ഥികൾ അപേക്ഷിക്കേണ്ടത്. ആപ്പിൽ രജിസ്റ്റർ ചെയ്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമേ കൺസെഷൻ അനുവദിക്കൂ. വിദ്യാർത്ഥിയുടെ അപേക്ഷ ബന്ധപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ആപ്പ് വഴി ലഭിക്കുകയും അപേക്ഷകൻ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിയാണെന്ന് സ്ഥിരീകരിച്ച ശേഷമാണ് മോട്ടോർ വാഹന വകുപ്പ് അന്തിമ അംഗീകാരം നൽകുക. പുതിയ സംവിധാനം കൺസെഷൻ കാർഡ് വിതരണത്തിലെ ക്രമക്കേടുകൾ ഒഴിവാക്കുന്നതിനും അർഹരായ വിദ്യാർത്ഥികൾക്ക് വേഗത്തിൽ സേവനം ലഭ്യമാക്കുന്നതിനും സഹായകരമാകുമെന്നാണ് വിലയിരുത്തൽ. കേരളത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ആഘോഷം ഇനി നിങ്ങളുടെ സ്വന്തം സീമാസിൽ. തൃശൂർ, അങ്കമാലി ഷോറൂമുകൾ ഇന്ന് തന്നെ സന്ദർശിക്കൂ.